ഹോണ്ട NSX അതിലും ഓൾ ദ ബെസ്റ്റ് ബ്രോ. ഹോണ്ടയുടെ ഒരു ജെറ്റ് ആട്ടോ ഇരിക്കണേ. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ആൻഡ് ഞാൻ ഇന്ന് നോക്കുന്നത് ജപ്പാനിലാണ്, അറ്റ് മോട്ടേഗി റേസ് ട്രാക്ക് ടു വാച്ച് ദ ARRC, ദ ഏഷ്യൻ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് വിത്ത് ഹോണ്ട റേസിംഗ് ഇന്ത്യ. നമ്മളിന്ന് റേസിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാൻ പോണത്. അത് കൂടാണ്ട് വേറെ കുറേ കാഴ്ചകളുണ്ട് ഫ്രം ജപ്പാൻ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, വീഡിയോ മൊത്തം കണ്ടോ. ഫുൾ അടിപൊളി വണ്ടികളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോണേ. നമ്മൾ ജപ്പാനിൽ വന്നത് നമ്മുടെ ഹോണ്ട റേസിങ്ങിൻ്റെ ഒപ്പമാണ്, ഹോണ്ട റേസിംഗ് ഇന്ത്യയുടെ ഒപ്പമാണ്. അത് നമ്മൾ വന്നിരിക്കുന്നത് ഏഷ്യൻ റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഹോണ്ടയുടെ 2 ഡ്രൈവേഴ്സ്, അതായത് 2 റൈഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റേസിംഗ് കാണാൻ തന്നെയാണ്. അപ്പോൾ ഇന്നാണ് ഫൈനൽ റേസ്. ഇന്നലെ നമുക്ക് ക്വാളിഫയിങ് ഉണ്ടായി. അതിൽ 14th പൊസിഷനും 21st പൊസിഷനുമാണ് വന്നേക്കണേ. അപ്പോൾ നമ്മുടെ മലയാളി പയ്യൻ ഒരാളുണ്ട്, നമുക്ക് കാണിച്ചു തരാം. അകത്തേക്ക് കയറിയിട്ട് കാണിച്ചു തരാം, ട്രാക്കിൽ കയറിയിട്ട് ഫുൾ കാണിച്ചു തരാം എന്താ അവസ്ഥ, എന്താണ് നടക്കണമെന്നും. അപ്പോൾ ഇതാണ് സ്ഥലം, ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഇതും ഈ ട്രാക്ക് ഇരിക്കുന്നത് ഒരു ഹില്ലി ഏരിയയിലാണ്. അപ്പോൾ ട്രാക്ക് ഫുൾ എലിവേറ്റഡ് ആണ്, ഭയങ്കര ഇറക്കവും കയറ്റവും എല്ലാം ഉണ്ട് ഈ ട്രാക്കിന്. അപ്പോൾ ഇത് പിള്ളേർക്ക് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ സെൻട്രൽ ഏരിയ. അവിടെ പാർക്കുണ്ട്. ആ പാർക്കിലായാലും ചെറിയ വണ്ടിയും ഗോ കാർട്ടിങ് റേസിങ്ങും അങ്ങനത്തെ എല്ലാ പരിപാടികളും നമുക്ക് ആ സൈഡിലേക്ക് കാണാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ 11 മണിക്കാണ് റേസ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കുറേ വണ്ടികളുടെ ഇതിൻ്റെയൊക്കെ കുറേ കാണും. ഞാൻ ഇത് ഒറ്റൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ജപ്പാനിലുള്ള വണ്ടികളും കാണിക്കാം, അതിൻ്റെ ഒപ്പം ഈ റേസിങ് ട്രാക്ക് റേസിങ്ങിൻ്റെ പരിപാടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികളൊക്കെ കേൾക്കാൻ പറ്റുന്ന അതാണ് ആ ട്രാക്ക് കാണുന്നത്. നമ്മൾ ഇത് ട്രാക്കിൻ്റെ പിറ്റിലേക്കാട്ടോ പോണേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ ഹോണ്ടയുടെ പിറ്റ് ഇട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് പോകാൻ പോണത്. ഇതാണ് നമ്മുടെ ഹോണ്ട ഇന്ത്യയുടെ. അത് നമ്മുടെ ആസ്ട്ര ഹോണ്ട എന്ന് പറയുമ്പോൾ ഇന്തോനേഷ്യൻ ടീമോ അതോ നമ്മുടെ പാകിസ്ഥാൻ ടീമോ, അങ്ങനെ ഏതൊരു ടീമൊക്കെ ഉണ്ട് ഇവിടെ. കുറേ ടീമുണ്ട് ഹോണ്ടയുടെ. ഇതാണ് പിറ്റിൻ്റെ അകത്ത്. ഇവിടെ പാർട്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ടൂൾ ബോക്സും. ഇവിടെ ടയേഴ്സ് വെച്ചേക്കണുണ്ടോ, ഏത് ടയേഴ്സാണോ ഉപയോഗിക്കുന്നത്, എനിക്ക് വെറ്റ് ടയേഴ്സാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ സ്ലിക്ക് ടയേഴ്സ് അവർ വെച്ചിരിക്കുന്നത്. എൻ്റെ എക്സോസ്റ്റൊക്കെ തൂക്കിയിട്ടുണ്ട് ഇവിടെ കണ്ടോ. ഇതാണ് നമ്മുടെ 2 250 RR ആട്ടോ വെച്ചേക്കണേ. അത് രണ്ടും 250 RR ആണ്, CBR 250 RR. അപ്പോൾ ഇവിടെ നമ്മുടെ റൈഡേഴ്സ് അവരുടെ ഇന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ. ഇതാണ് അവരുടെ വണ്ടികൾ. ഇത് നമ്മുടെ ഹോണ്ട 250 RR ആണ്, CBR 250 RR. ഫുള്ള് ബിൽഡ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് കാണാം ഓറിയൻസിൻ്റെ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഫുൾ അഡ്ജസ്റ്റബിൾ ആണ്. കണ്ടോ, 2 വണ്ടിയാണ് അവർ സെറ്റ് ചെയ്തേക്കണേ. ഇതിപ്പോൾ നമ്മുടെ റൈഡേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അവരതനുസരിച്ച് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ടയേഴ്സൊക്കെ കണ്ടോ പുള്ളി ഇവിടുന്ന് ടയേഴ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നതാണ് മൊത്തം. സോ ഇതാണ് നമ്മുടെ പിറ്റ് ഏരിയ. എല്ലാ ബ്രാൻഡിൻ്റെയും വണ്ടികൾ ഇവിടെ കാണാം. എല്ലാ കൺട്രിയുടെയും ഓരോരോ ഹോണ്ടകളുണ്ട്. അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട്. എല്ലാവരുടെയും വണ്ടികളും പിറ്റ് സ്റ്റോപ്പാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കണ്ടോ CBR 250 RR ഫുൾ നമ്മുടെ ഫെയറിംഗ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തേക്കാണ്. 600 ക്ലാസിൻ്റെ റേസ് പ്രാക്ടീസ് സെഷൻ നടന്നുകൊണ്ടിരിക്കുക. കണ്ടോ, അതാണ് കാണുന്നത്. ഒരേ പൊളി. ഇതാണ് നമ്മുടെ പിറ്റ് വോക്ക്. അതായത് നമുക്ക് കാണാൻ വന്ന എല്ലാവർക്കും ഈ ഫുൾ പിറ്റ് നടന്ന് കണ്ട് റൈഡേഴ്സിനെ മീറ്റ് ചെയ്യാം. അവരുടെ പിറ്റ് നമുക്ക് കാണാം, വണ്ടികൾ കാണാം, എല്ലാം. പിറ്റ് വോക്ക് എന്ന് പറയും. 1 മണിക്കൂറത്തെ പരിപാടിയാണ്. എല്ലാ പിറ്റ് സ്റ്റോപ്പിലും പോയി ഓടി നടന്ന് നമുക്ക് കാണാം കേട്ടോ. നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ഹോണ്ടയുടെ പിറ്റ് കേട്ടോ. സമയം നമുക്ക് പോയി കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ. നമുക്ക് എല്ലാ ബ്രാൻഡിൻ്റെ അടുത്തും പോയിട്ട് സ്റ്റിക്കേഴ്സ് വാങ്ങാം. ആ ഒരു അറ്റത്ത് തുടങ്ങണം. ആ അറ്റത്ത് നമുക്ക് TVS ഉണ്ട്, TVS ഉണ്ട് ഇതിൻ്റെ അത്. അപ്പോൾ ആ അറ്റം തുടങ്ങി നമുക്ക് ഇങ്ങേ അറ്റം വരെ വന്ന് ഫുൾ സാധനങ്ങളും വാങ്ങാം. ഇത് നമ്മുടെ ഹോണ്ടയുടെ വേറൊരു റേസിംഗ് ടീമാണ്, ഹോണ്ട ഏഷ്യ ഡ്രീം റേസിംഗ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ CBR 600ഉം നമ്മുടെ 1000 ഇരിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇതിനൊക്കെ R6 ആട്ടോ ഇരിക്കണേ. R6 ആണ് ഇരിക്കുന്നത്. എൻ്റെ 3 ഒരു R1 ഇരിക്കുന്നുണ്ട്, R6 ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളുണ്ട്. ഇതിലിപ്പോൾ ഇട്ടേക്കണത് വെട്ടേഴ്സാണ് ഇതിലിട്ടേക്കണ. മഴ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. സോ ലെറ്റ്സ് സീ. അവരെ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ തന്നിട്ടുണ്ട് അവർ. നമ്മളിപ്പോൾ നമ്മുടെ ഗ്രിഡിലേക്ക് വന്നേക്കണാണ്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ 250 വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മുസ്രേ, ഓൾ ദ ബെസ്റ്റ്, പൊളിക്കിട്ടാ. അപ്പോൾ ഇതാണ് അവൻ്റെ വണ്ടി. ഫുൾ റേസ് റെഡിയാണ്. നമ്മുടെ ടയർ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ജനറേറ്റർ വെച്ചിട്ടുണ്ട്. അവർ ഫുൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ആർ സെക്കൻഡ് ബൈക്ക്. ഇതാണ് നമ്മുടെ 2ാമത്തെ വണ്ടി കേട്ടോ. 2ാമത്തെ വണ്ടിയും അവരെ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടയറൊക്കെ പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം അടിയോട്ടെ. ഓൾ ദ ബെസ്റ്റ് ബ്രോ. അപ്പോൾ
അപ്പോൾ ആ പുള്ളി നമ്മളെ വണ്ടികൾ റെഡിയാണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള വണ്ടികൾ. കുറേ ബ്രാൻഡ്സ് ഉണ്ട്, കുറേ ഓൾമോസ്റ്റ് 20 പേരുണ്ട്. അപ്പോൾ ആ 20 പേരും എല്ലാവരും റെഡി ചെയ്ത് ഡ്രോണൊക്കെ പറപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി റേസ് കാണാം. ചെറുതുങ്ങളെ നോക്കിയ ചെറിയ പിള്ളേരാട്ടോ, ഈ പിള്ളേരാണ് ഇവിടെ വണ്ടി ഇവർ ഓടിക്കുന്നുണ്ട് വണ്ടികളൊക്കെ ഫുൾ സ്യൂട്ടിലേക്ക് പോകണുണ്ടോ. ബൈ. ഇപ്പോൾ ഗ്രിഡിലേക്കുള്ള ആക്സസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റേസ് കാണാം. 10 ലാപ്പുണ്ട്, 10 ലാപ്പിൻ്റെ റേസ്, 10-15 ലാപ്പുണ്ട് ഈ റേസിന്. അത്രയും ലാപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം ആരാണ് ഇവിടെ ജയിക്കണേന്ന്, ഏത് ടീമാണ് നമ്മുടെ പിള്ളേർ ഏത് പൊസിഷനിൽ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റ്സ് സീ ദ റേസ്. പേസ് കാർ കേട്ടോ, എനിക്ക് തോന്നുന്നത് ഒരു ടൈപ്പ് കാറാണ്. അതിൻ്റെ അകത്ത് ഒരു ഹെൽമെറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ, ഫുൾ ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കുന്നുണ്ട്. ആൻഡ് വണ്ടി ഏതാ നമുക്ക് പെട്ടെന്ന് നോക്കാം അല്ലേ. സിവിക്, യെസ് സിവിക് ടൈപ്പ് ആറാണ്. അതെ, ജപ്പാനിൽ വന്നാൽ പിന്നെ ഹോണ്ടയുടെ വണ്ടിയിലാണ്ട് വേറെ എന്ത് കാണുമല്ലേ. ഇതാണ് നമ്മുടെ മെഡിക്കൽ ടീമിനും ഉണ്ട് വേറൊരു സിവിക്ക്, പിന്നെ അത് നിസാൻ്റെ ഒരു ആംബുലൻസ്. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇവരുടെ പേസ് കാർ. ഫസ്റ്റ് ലാപ്പ് ഇവർ പോയിട്ട് പിന്നെ ഒന്നും കൂടെ ഗ്രിഡി വന്നിട്ട് പിന്നെയാണ് അവർ പിന്നെ റേസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒപ്പം വേറൊരാളും കൂടി ഉണ്ട്. ദിസ് ഈസ് ബൈ ശ്രീധർ. Hello. ശ്രീധർ ഈസ് ഫ്രം Delhi. Delhi. Basically, I'm from Varanasi. വാരണാസി, യെസ് വാരണാസിയിലാണ്. അപ്പോൾ മച്ചാൻ്റെ എനർജി എന്ന് വെച്ചാൽ വേറെ ലെവൽ എനർജി കേട്ടോ. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ നേരെ സർവീസ് റോഡിലേക്ക് പോകണം. അവിടെ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോർണർ എടുത്തിട്ട് ആ കോർണറിൽ എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം. ലാസ്റ്റ് കോർണറും അവിടെ ഒരു ഷിക്കേൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാണ്ട് ഒരു ഹെയർ പിന്നും കൂടെ ഉണ്ട്. 2 സ്ഥലത്തും പോയി നിൽക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് അവിടെ നടക്കണേന്ന്. അപ്പോൾ നമ്മൾ ഓർഡറാണ്. ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. പേസ് കാറിന് പുറകെ ഉണ്ടാവും അവരുടെ. അപ്പോൾ അതുവരെ നമുക്ക് നോക്കാം. ഫുൾ ലൊക്കേഷൻ ഉണ്ട്, ഒന്നും പറയാനില്ല. താങ്ക്സ് ടു ഹോണ്ട ഇന്ത്യ റേസിംഗ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്. ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. കാര്യം എന്ത് രസം എന്ന് പറയാം ഇവിടുത്തെ ഒരു, അതായത് നമ്മൾ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ വലിയ ചൂടില്ല, നല്ല രസമായിട്ട് നമുക്കിന്ന് കാണാം. അപ്പോൾ ലെറ്റ് സി നമുക്ക് എന്താ കാണാൻ പറ്റുകയെന്ന്. അവിടെ ഒരു ഹെയർ പിൻ ബെൻഡ് ഉണ്ട് ആ സൈഡിൽ. പിന്നെ അതുകൂടാണ്ട് ഇവിടെ റേസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കോർണറിൽ വന്നിരിക്കുന്നതാണ്. ഇതാണ് നമ്മളെ ലാസ്റ്റ് കോർണർ കേട്ടോ. ഇത് ഭയങ്കര ടഫാണെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് അവർക്ക് കോർണർ എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോർണർ, നമുക്ക് കാണാം. നമ്മുടെ ഡിനുബായ് ഉണ്ട്. ഡിനുബായ് हाय 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 हाँ किसको हाय यहाँ पे हाय Disoriented after 5 kilometers. 5 kilometer of trek. Instead of racing, we are. This track is 4.8 kilometers. Yes, 4.8. Yes, 4.8 kilometers. And this is also one of our friend. Your name? Sukan from Dainik Jagran. അതായത് നമ്മുടെ റൈറ്റിംഗ് പാർട്ടാണ്. ഇവർ എഴുതാറുള്ള ഇവരുടെ എഴുത്ത് കുറേ പബ്ലിക്കേഷൻസ് എടുത്തിട്ട് പോകും. അപ്പോൾ അതിന് വന്നാണ് മച്ചാൻ. കണ്ടോ, ഇതാണ് ആ ഒരു സ്ട്രെയിറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇതും ഒരു ഹെയർ പിൻ ബെൻഡാണ്. നമ്മുടെ പിള്ളേർ ഇതേ വന്നുണ്ട് അവിടെ നിന്ന്. അതൊരു നമ്മുടെ വണ്ടിയാണ് പോണത്. നമ്മുടെ ഒരു പ്ലെയർ റിട്ടയർഡ് ആയിട്ടുണ്ട്. അതായത് തിരിച്ച് പിറ്റിലേക്ക് കയറിയിട്ടുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞിരിക്കുന്നതാണ്. ആൻഡ് എല്ലാവരും തിരിച്ച് പിറ്റ് ലൈനിലേക്ക് കയറുന്നതാണ്. ഇവർ ടാറ്റ കാണിക്കുന്നതല്ല കേട്ടോ, നിൽക്കാൻ പറയണതാ. ഓക്കെ, സോ നമുക്കിനി നമ്മുടെ പിറ്റിലേക്ക് പോവാം. ആൻഡ് ദാറ്റ് ഈസ് എ 4R. ഇത് വണ്ടി അവർ ഓടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു എന്ന് നോക്കാൻ വേണ്ടി തിരിച്ച് ഈ സ്ക്രൂട്ടിനിക്ക് കൊണ്ടുവന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഫുൾ ചെക്ക് ചെയ്യും എന്താണ് എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടോയെന്നൊക്കെ. കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആട്ടോ. ഇതാണ് സ്ക്രൂട്ടിനി ഏരിയ. നമുക്കാർക്കും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. നോക്കും, അവർ ചെക്ക് ചെയ്യും. ഇത് ZX 4R ആണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ. ആ അതെ, 4R. ഇവിടെ പാക്കിംഗ് ഒക്കെ ഓൾറെഡി തുടങ്ങി. എല്ലാം പാക്ക് ചെയ്ത് ഇനി അടുത്ത സ്ഥലത്തേക്കാണ്. നമ്മൾ MotoGP പോയപ്പോൾ ഇതുപോലെയായിരുന്നു. കഴിഞ്ഞതും പാട്ടപ്പട്ടയിന്ന് പാക്ക് ചെയ്ത് പെട്ടെന്ന് എല്ലാം കൂടി കണ്ടെയ്നറിൽ കയറ്റി ഷിപ്പ് ചെയ്യും. അതാണ് അവരുടെ മെയിൻ പരിപാടി. നമ്മുടെ ചെക്കൻ അങ്ങനെ ഓടിച്ച് എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായി അവനെ? ഓ അടിപൊളിയായിരുന്നു. 15th ആയിരുന്നു ലാസ്റ്റ്. 15th ആയിരുന്നു. ഐ സൈഡ് കിട്ടി, ക്രാഷ് ആയി, സേവ് ചെയ്ത്. അടിപൊളി. അപ്പോൾ 15th എത്തിയിട്ടുണ്ടല്ലേ. കൺഗ്രാറ്റ്സ് മോനെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൈഡർ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം റിട്ടയർ ആയി. ഓക്കെ അപ്പോൾ കൊള്ളാം മോനെ, ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത റേസൊക്കെ പൊളിക്കാം നമുക്ക്. 250 ക്ലാസ്സിലെ റേസ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കണ്ടത് നമ്മുടെ കാവാസാക്കി ZX 250R ആയിരുന്നു. അത് ZX 225R ആണ്. ഇനി കുറച്ച് നമുക്ക് താഴെ കാണാം. അത് അടുത്തൊരു വണ്ടിയോ, ഈ കാവാസാക്കി ഇതെന്താ D-Tracker. കൊള്ളാം, ചെറിയ വണ്ടിയല്ലേ. ഹോണ്ട ഏഷ്യ ഡ്രീം റേസിംഗ് ടീമിൻ്റെ പിറ്റാണിത്. ഇതിൻ്റെ പുറത്ത് തന്നെ അവരൊരു ഫയർ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ,
ഒരു ഫയർ ബ്ലേഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ടോക്കിയോ കാണാനും പുറത്തേക്ക് പോയി അവരുടെ ഒരു ഹോളുണ്ട്, ആ ഹോളൊക്കെ നമുക്ക് ഇന്ന് പോയി കാണണം. അത് കണ്ടിട്ട് ഒരു കളക്ഷൻ ഹോളുണ്ട്, അതും കൂടെ നിങ്ങളെ ഇതിൽ തന്നെ കാണിച്ചു തരാം. 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഒരു വലിയ ടണൽ ഞാൻ കാണിച്ചാട്ടോ നിങ്ങൾക്ക്. ആ ടണലിൽ കയറി ഇറങ്ങിയാലേ നമ്മൾ ഈ ട്രാക്കിൻ്റെ പുറത്തേക്കുള്ള ഇപ്പോൾ 250 ക്ലാസ് കഴിഞ്ഞു 600ഉം 1000ഉം ആണ് നടക്കുന്നത്. നമ്മുടെ ടീം 250 മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. അപ്പോൾ 250യുടെ കഴിഞ്ഞു. നമ്മൾ നേരെ പോണത് നമുക്ക് ഹോണ്ട കളക്ഷൻ ഹോളിലേക്ക് പോകാം. അവിടെ പോയിട്ട് ഞാൻ കുറേ വണ്ടികളുണ്ട്, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള വണ്ടികളുണ്ട്. ടണൽ കണ്ടോ, ഇത് കഴിഞ്ഞിട്ട് കയറുന്ന സ്ഥലമാണ് തവിറ്റ്, ഒരു രക്ഷയില്ല. അണ്ടർഗ്രൗണ്ട് ടണൽ പണിതിട്ട് അത് ഭയങ്കര താഴ്ചയിലാണ് അവർ പണിതേക്കണേ. അത് കയറാൻ സ്വർഗത്തിലേക്ക് പോണ വഴി പോലെ ഉണ്ടാവും. കാണിച്ചു തരാം. ആ മേളിൽ കാണുന്നുണ്ടോ, അതാണ് സ്ഥലം. നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം. ഇവിടെ നിന്ന് ആ ലെഫ്റ്റിലോട്ട് അങ്ങ് നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഹോണ്ട കളക്ഷൻ ഹോൾ തന്നെ. അപ്പോൾ ജസ്റ്റ് ഇതാണ് ആ ട്രാക്കിൻ്റെ ഒരു ഭാഗം. ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പോർട്സ് ആക്ടിവിറ്റീസും കുറേ കാര്യങ്ങൾ, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഒന്ന് നമ്മുടെ കളക്ഷൻ ഹോളിലേക്ക് പോകാം. അവിടെ പോയാൽ ഹോണ്ടയുടെ കുറേ പഴയ വണ്ടികൾ കാണിച്ചു തരാം. പ്ലെയിൻ വരെ ഉണ്ട് കേട്ടോ, അതായത് ഹോണ്ട ജെറ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുവരെ അവിടെ ഉണ്ട്. ഓട്ടോ പാർക്ക് എന്ന് തന്നെ വേണം പറയാം. ഇവിടെ നമ്മുടെ ചെറിയ വണ്ടികളുണ്ട്, ചെറിയ ബൈക്കുകളുണ്ട്, നമ്മുടെ ഗോ കാർട്ട് ഉണ്ട്. അതുകൂടാണ്ട് ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും രസം ഇവിടുത്തെ പാർക്കിംഗ് കാണാനാണ്, ബൈക്ക് പാർക്കിംഗ്. അതും ബൈക്ക് പാർക്കിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിരിക്കുന്ന വണ്ടികൾ നിങ്ങൾ കണ്ടോട്ടാ. എൻ്റെ കിളി പോയി കണ്ടിട്ട്. നമ്മളകത്ത് കണ്ട ഫയർ ബ്ലേഡൊക്കെ ഇവിടെ വെറുതെ വെച്ചിട്ട് പോകുന്നുണ്ട്. ആറയുടെ 70,000 80,000 ഹെൽമെറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ആൾക്കാർ പോണേ. ഒരാളും വന്ന് എടുക്കൂല. അന്ന് 110% ഉറപ്പുള്ളതുകൊണ്ട് അവർ എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹെൽമെറ്റ് എല്ലാ സാധനം വെച്ചിട്ടാണ് അവർ പോയേക്കണത്. ജസ്റ്റ് ഇവിടെ ഇരിക്കുന്ന വണ്ടികൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫോർസ ഇരിക്കുന്നുണ്ട്, പിന്നെ ഇത് ഫയർ ബ്ലേഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ, SP, അതും SP ഫയർ ബ്ലേഡ് ഇരിക്കുന്നുണ്ട്. ഇത് CB 1300 പഴയൊരു വണ്ടിയാണ്. 14R ഇരിക്കുന്നുണ്ട്, ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട്. യെസ്, വി ഹാവ് ദ 390 ഡ്യൂക്ക്. പിന്നെ അതേ ഹോണ്ടയുടെ CB 1300 വേറൊരു 1300 ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ബൂസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത്, ഓ മാൻ, GSXR എന്തൊരു വണ്ടികളാണ് ഇത്. പഴയ വണ്ടികളായിട്ട് ഇവിടുത്തെ ഏറ്റവും ഇത് എനിക്ക് തോന്നുന്നത് 900 RS 300 RS ഇരിക്കുന്നുണ്ട്. കാവാസാക്കിയുടെ എനിക്ക് തോന്നുന്നു 2R 4 ZX4 RR ഇപ്പോൾ ഇറങ്ങാം. നമ്മുടെ നാട്ടിൽ RR ഇറങ്ങിയിട്ട് RR ഇരിക്കുന്നത്, പിന്നെ R15 ഇരിക്കണം. അങ്ങനെ കുറേ വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ മോൺസ്റ്റർ ഇരിക്കുന്നുണ്ട്. CBR 250, യെസ്, ഇത് 250R തന്നെ. ഇത് ബൂസ വിത്ത് എക്സോസ്റ്റ് അവർ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വോമപ്പ് ചെയ്യണതാണ് വിത്ത് ചെറിയ വിങ്സൊക്കെ വെച്ചിട്ട്. അടിപൊളിയാണ്. ഇത് ആ മച്ചാൻ്റെ തോന്നുന്നു. ഇത് CBR 600 RR ആണ് ഇരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് CBR 600 HRC എഡിഷൻ ഇരിപ്പുണ്ട്. മാൻ, സ്വർഗമാണ് ഇത്, സ്വർഗം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കളക്ഷൻ ഹോളിലേക്ക് പോകാം. കാറിൻ്റെ സൈഡുണ്ട്, കാറിൽ കാണാനെന്ന് പോയാൽ കുറേ ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇതൊരു E350 ആണ്. പിന്നെ ഇവിടെ CLA 180 G-Wagon G350D കിടക്കുന്നത്, മഞ്ഞ കളർ സ്വിഫ്റ്റ് കിടക്കണുണ്ട്. അങ്ങനെ സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട്. ഇതേ മിസ്റ്റുഷിയുടെ ഇത് കിടക്കുന്നുണ്ട്. ഇവിടെ ചെറിയ വണ്ടി ടൊയോട്ട RAV4, ഇത് സ്വിഫ്റ്റ്, മഞ്ഞ കളർ സ്വിഫ്റ്റ് സ്പോർട്ടാണിത്, സ്പോർട്ട് എഡിഷനാണ് കിടക്കുന്നത്. മിസ്റ്റുബഷി എനിക്ക് തന്നെ ST7 ആണ്. ഇത് അവിടെ വേറെ ബൈക്കിന് ഒരു ടീം വന്നിട്ടുണ്ട്. ഓൾ വീൽ ഡ്രൈവ് ST7 ലെവോറോച്ച് കണ്ട ബൈക്കിൽ അടുത്ത ടീമുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ST1 B7. ഇത് സ്വർഗ്ഗം കേട്ടോ, സ്വർഗ്ഗം. ഇവിടെ ഇരുന്ന് ഞാൻ ജനിക്കേണ്ടത്. ഞാൻ ഇതിനെ കേരളത്തിൽ ജനിച്ചെന്ന് എനിക്ക് തോന്നും. പക്ഷേ കേരളത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്, അത് വേറെ കാര്യം. കളക്ഷൻ ഹോൾ കേട്ടോ, ഒരു 3 ഫ്ലോർ ബിൽഡിംഗ് ആണ്. 3 ഫ്ലോറിൽ വണ്ടികൾ അട്ടിയിട്ട് വെച്ചേക്കണം. ആലോചിച്ച് നോക്കുക എന്തായിരിക്കും. അതും വലിയ സ്ഥലം കേട്ടോ. ഇത് നോക്കിയാൽ ഇത്രയും വലിയ സ്ഥലമാണ്. അപ്പോൾ ഇത്രയും വലിയ സ്ഥലത്ത് ഇത്രയും വണ്ടികൾ അവരെടുത്ത് വെക്കണമെങ്കിൽ അതൊരു കളക്ഷനല്ല, അതൊരു ജെമ്മെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിൻ്റെ അതിരിക്കുന്ന എല്ലാ ഓരോ വണ്ടികളും കേട്ടോ. VR40 ചെയ്തത് റോസി ഓടിച്ച ഹോണ്ടയുടെ V5 എഞ്ചിനുള്ള വണ്ടി വരെയും അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ V4 നമ്മൾ കണ്ടിട്ടുള്ളൂ, V5 ഞാൻ കാണിച്ചു രാത്രി കയറിയിട്ട്. അപ്പോൾ തന്നെ നമുക്കിവിടെ ഹോണ്ട എന്തൊക്കെയാണ് പണിതിട്ടുള്ളത് എന്നുള്ള കാര്യം അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് F1 കാറ്, ബൈക്ക്, നമ്മുടെ മോപ്പെട്ട് പോലത്തെ ഇത് സ്കൂട്ടറും, അവരുടെ കാറും, പിന്നെ ഇത് ഹോണ്ടയുടെ ഒരു ജെറ്റ് ആട്ടോ ഇരിക്കണേ. അവരുടെ പ്രൊഡക്ഷനിലുള്ള ഹോണ്ട ജെറ്റ് Elite 2 എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കാൻ പോയാൽ ഇവിടെ ഫസ്റ്റായിട്ട് ഹോണ്ട പണിത F1 കാർ, ഇത് V12 എഞ്ചിനുള്ള ഒരു കാറ്, അതിൻ്റെ എഞ്ചിനാണ് വെച്ചേക്കണേ. V12 എഞ്ചിനുള്ള ഒരു കാറ് ഇവിടെ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഹോണ്ടയുടെ കാർ, സ്പോർട്സ് 360 എന്ന് പറഞ്ഞിട്ട് ഹോണ്ടയുടെ ആദ്യത്തെ വണ്ടി. പിന്നെ അവരുടെ ആദ്യത്തെ C310 എന്ന് പറഞ്ഞ ഒരു ചെറിയ ബൈക്ക് ഇവിടെ കാണാം. പിന്നെ അവരുടെ ബെൻലി എന്ന് പറഞ്ഞ ഒരു ബൈക്കും നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ അവരുടെ ട്രാക്ടർ, ഫസ്റ്റ് അവരുടെ 4 സ്ട്രോക്ക് എഞ്ചിനാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് അവരുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ബൈക്കാണ്, ഡ്രീം D എന്ന് പറഞ്ഞ ബൈക്ക്. ഈ ബൈക്ക് വന്നത് ഇതിൽ നിന്നാട്ടോ.
ഈ ഒരു സൈക്കിളിൽ എഞ്ചിൻ വെച്ച് ഉണ്ടാക്കിയിട്ട് എന്നിട്ടാണ് അവരുടെ ആ ഒരു വണ്ടി വന്നത് ഡ്രീം എന്ന് പറഞ്ഞിട്ട്. ഇത് അവരുടെ ഒരു കാറാണ് വിത്ത് ജെയിനിൻ്റെ എഞ്ചിൻ, അതായത് V8 എഞ്ചിനാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. V8 എഞ്ചിൻ അവരുണ്ടാക്കി വെച്ച ഒരു വണ്ടിയാണ്. അതായത് ഹോണ്ട കണ്ടുപിടിച്ച ആൾ പണ്ട് ഉണ്ടാക്കാൻ സഹായിച്ച ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ രണ്ട് വേറെ ബീറ്റ്, നമ്മളിപ്പോൾ പുറത്ത് കണ്ട ബീറ്റ് എന്ന് പറഞ്ഞ വണ്ടിയൊക്കെ പഴയ വണ്ടിയാണ്. അതൊക്കെ ഇവിടെ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. അതാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ അവരുടെ ഒരു ഗ്യാരേജ് കളക്ഷനാണ്. ഇവിടെ ഹോണ്ടയുടെ വണ്ടി മാത്രമല്ല കേട്ടോ, BMW വണ്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഹോണ്ടയുടെ പഴയ ലോഗോ കേട്ടോ. പഴയ ലോഗോയാണ് കാണുന്നത്. ഇതുണ്ട് BMW വണ്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. BMW RS കണ്ടോ, ഫുൾ BMWൻ്റെയും ഹോണ്ടയുടെ, അതായത് എനിക്ക് തോന്നുന്നു അവരുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള വണ്ടികൾ അവർ പണ്ട് കളക്ട് ചെയ്ത് വെച്ചാണ്. ആ വണ്ടികളൊക്കെ അതേപോലെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഹോണ്ടയുടെ CB 750 4 സിലിണ്ടർ വണ്ടിയും, അത് കൂടാണ്ട് വെസ്പയുടെ നിങ്ങൾ കാർ കണ്ടുണ്ടോ, ഇതാണ് വെസ്പയുടെ 400. വെസ്പയുടെ ഒരു കുട്ടി കാറാണിത്. രണ്ട് ഡോർ തുറക്കണം ഇങ്ങനെയാണ്. അതുകൂടാണ്ട് ചെറിയ കാർ കേട്ടോ, മേളിൽ അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ MV അഗുസ്റ്റയുടെ ഒരു വണ്ടിയും പിന്നെ മൊണ്ടയിലിൻ്റെ ഒരു വണ്ടിയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതേപോലെ 2 ഫ്ലോറും കൂടെ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റും. ഹോണ്ടയുടെ ഒരു 1377 എന്ന് പറഞ്ഞൊരു കാർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതവരുടെ ഫസ്റ്റ് ഫാമിലി സിഡൻ ആയിരുന്നു. വേറൊരു F1 കാർ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഇത് ഹോണ്ടയുടെ, നമ്മുടെ നാട്ടിലൊന്നും ഇറങ്ങില്ല പക്ഷെ എന്നാലും ലൈഫ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. പിന്നെ ഇത് നമ്മുടെ ഹോണ്ടയുടെ സിവിക്ക്, ഫസ്റ്റ് സിവിക്കാണ്. ഇത് ഹോണ്ടയുടെ സിവിക്കാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഇത് ഹോണ്ടയുടെ അക്കോർഡാണ്. അക്കോർഡ് എന്ന് പറഞ്ഞ വണ്ടി ആദ്യം ഇങ്ങനെയായിരുന്നു, പിന്നെയാണ് നമ്മൾ കാണുന്ന പോലെ ഇത് സിവിക്കിൻ്റെ 2 ഡോർ വണ്ടി ഇറങ്ങിയ കണ്ടോ. 2 ഡോർ വണ്ടി അവരിറക്കിയപ്പോൾ ഉള്ളത് അവിടെയാണ് മോനെ നമ്മുടെ സാധനങ്ങൾ ഇരിക്കുന്നത്. ഹോണ്ടയുടെ റേസ് ബൈക്സാണ്. ഓരോ ഡേർട്ട് റേസും അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ റേസിങ് ഉപയോഗിച്ച വണ്ടിയാണ്. പഴയ ആഫ്രിക്ക ടിന്നായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതുകൂടാണ്ട് ഗോൾഡ് വിങ് GL 1000 എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റ് 4 ആയിരുന്നു ആദ്യം ഒരു, പിന്നെ ഇതിലേക്ക് മാറി ഫ്ലാറ്റ് 6. ഇതാണ് ഫസ്റ്റ് ഗോൾഡ് വിങ്, ഈ ഒരു ഷേപ്പിലുള്ള ഒരു ടൂറിങ് ബൈക്ക് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഗോൾഡ് വിങ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുക. പിന്നെ അവരുടെ റേസിന് ഉപയോഗിച്ച വേറെയും വണ്ടികൾ. ഇതിന് ഏകദേശം നോക്കിയാൽ 6 സിലിണ്ടർ ഉണ്ട്. ദിസ് ഈസ് ഹോണ്ട CBX 6 സിലിണ്ടറുള്ള ഹോണ്ടയുടെ വണ്ടി. ഇതൊക്കെ തിളക്കി വെച്ചാൽ ഇപ്പോഴും ഓർഡർ കണ്ടീഷനിലാന്ന് പറഞ്ഞത്. CB 750F ആണ് ഇരിക്കുന്നത്. ഇതും ഹോണ്ടയുടെ ഒരു റേസ് വണ്ടി തന്നെയാണ്. ഇത് അവരുടെ F1 കാർ, അവരുടെ അല്ല, അവർ എഞ്ചിൻ കൊടുത്ത F1 കാറുകളാണ് ഇവിടെ നിരത്തി വെച്ചേക്കുന്നത്. V6 V8 V12 എല്ലാ ടൈപ്പ് ഓഫ് എഞ്ചിനും കൊടുത്ത F1 കാർസാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പിന്നെ ഇവിടെ അവരുടെ എന്താ പറയുക, കുറച്ചും കൂടെ ഫണ്ണായിട്ടുള്ള വണ്ടികൾ, അതായത് യൂട്ടിലിറ്റി വെഹിക്കിൾ പോലത്തെയുള്ള വെഹിക്കിൾസാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അവരുടെ സ്കൂട്ടർ, പിന്നെ അതുപോലെ അവരുടെ വേറെ വെറൈറ്റി സ്കൂട്ടറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും അവരുടെ ഓരോ റേസ് ബൈക്കാണ്. NR 500 2X എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അടുത്ത ഒരു NR 500 OX. അങ്ങനെ കുറേ വണ്ടികൾ നമുക്കിവിടെ കാണാം. ഹോണ്ടയുടെ ഓരോരോ റേസിനും അവരുണ്ടാക്കിയേക്കുന്ന ഓരോ വണ്ടികളുടെയും ഓരോരോ പാർട്ട് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സിവിക്ക് 3 ഡോറാണ്, ഹാച്ച് ബാക്ക് സിവിക്ക്. അതുകൂടാണ്ട് ഇത് അവരുടെ അലൈഡ് എന്ന് പറഞ്ഞ സ്പോർട്സ് കാർ മോട്ടോ. ഇത് മടക്കിയെടുത്ത് നമുക്ക് വണ്ടിയുടെ ബാക്കിൽ വെക്കാം. അതുകൊണ്ട് ഭയങ്കര അതായത് നമ്മളെവിടെയും പോവുകയാണെങ്കിൽ അതിൽ നമ്മുടെ കാറിൻ്റെ ഡിക്കിയിട്ടിട്ട് മടക്കിയെടുത്ത് എവിടെയും കൊണ്ടേ വെക്കാം. ഇതും അവരുടെ V2 എഞ്ചിനാണ്. VT 250Fഉം V750Fഉം V2 എഞ്ചിനാട്ടോ ഇതൊക്കെ. അപ്പോൾ V750F അങ്ങനെ V2 എഞ്ചിൻസും നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. ഇപ്പോൾ പൊളാരിസൊക്കെ കണ്ടു ചെറിയൊരു ബാക്കിലൊരു സ്പേസ് ഉള്ളൊരു വണ്ടിയാണ് അവരുടെ. കണ്ടോ, ബാക്കിൽ കുട്ടിയൊരു സ്പേസ് ഉള്ള വണ്ടി അന്ധകാലത്ത് അവരുണ്ടാക്കിയാണ്. ഇതെനിക്ക് തോന്നുന്നു 1970-ലായിരുന്നു ഹോണ്ടയുടെ ഈ വണ്ടി. നമ്മുടെ മങ്കി ബൈക്സ്, അതായത് ഫൺ റൈഡിങ് മോട്ടോർ സൈക്കിളാണ്. വലിയ ആൾക്കാർ ഓടിക്കുന്ന, പിള്ളേരുടെ വണ്ടിയില്ല, വലിയ ആൾക്കാർ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ്. 50cc വിത്ത് ഗിയർ ബോക്സ് ഒക്കെ ഉള്ള വണ്ടികളാണ് ഇവിടെ ഇരിക്കണം. വണ്ടികളുടെ മങ്കി ബൈക്സ് എന്ന് പറയും. റേസിംഗ് വണ്ടികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഓരോരോ റേസിന് ഉപയോഗിച്ച വണ്ടികളും. അതുകൂടാണ്ട് ഇവിടെയും നമുക്ക് കാണാം അവരുടെ CB 750, അതായത് CB 750 ക്ലാസിക് ലുക്കിങ് റെട്രോ ബൈക്കാണ്. CB 450 നമുക്കിവിടെ കാണാം. ഈ വണ്ടി പോലത്തെ പേരിലൊക്കെ ഓരോന്നൊക്കെ ഇപ്പോൾ ഇറങ്ങേണ്ടത്, അതൊന്നും ഇതിനൊരു സാമ്യതയില്ല. എന്നാലും അന്ധകാലത്ത് അവർ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഇറക്കി തന്നെ വലിയ കാര്യം. പിന്നെ ഇവിടെയും അവരുടെ റേസ് കാറുകൾ ഇരിപ്പുണ്ട് കേട്ടോ. S500 കണ്ടോ, ഒരു വിൻറ്റേജ് ലുക്കിംഗ് കാറാണ് S500. 1963 ഉണ്ടാക്കിയ അതേപോലത്തെ വേറൊരു വണ്ടിയാണ് 360 എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയാണ് ഇവിടെ കാണാൻ പറ്റുക. ചെറിയൊരു പിക്കപ്പ് ട്രക്ക് പോലത്തെ കുട്ടി വണ്ടിയാണ്. ഇത് അവരുടെ ഡ്രീം 70 എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയാണ്. ഇത് എനിക്ക് 1957 ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. അവരുടെ റേസ് വണ്ടികൾ അവരിരിപ്പുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ വണ്ടികളും മേളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ RC 166, RC 162 ഇതൊക്കെ ഓരോ റേസിന് പണ്ടത്തെ MotoGP അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻഡ്യൂറൻസ് റേസിനൊക്കെ ഉപയോഗിച്ച വണ്ടികൾ നമുക്കിവിടെ ഇരിക്കുന്നുണ്ട്. ജുനോ K എന്നാണ് ഇതിൻ്റെ പേര്. കണ്ട് വലിയ വിൻഷീൽഡൊക്കെ ആയിട്ട്, മഴ കൊള്ളില്ല എന്ന് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ വലിയ വിൻഷീൽഡൊക്കെ ആയിട്ട് ഒരു സ്കൂട്ടർ ഇവിടെ കാണാൻ പറ്റും. അവരുടെ ഫസ്റ്റ് ട്രാക്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും അവരുടെ എൻജിൻസാണ്. അവരുടെ ഫസ്റ്റ് ഹബ് F എന്നുണ്ട്. ഇതും ഒരു സൈക്കിളിൽ ഒരു എഞ്ചിൻ പിടിപ്പിച്ച് ചെയ്ത വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഡ്രീം E എന്ന് പറഞ്ഞ വണ്ടി കാണാൻ പറ്റും. പിന്നെ ടൈപ്പ് C, എനിക്ക് തോന്നുന്നു ഡ്രീമിൻ്റെ തന്നെ അടുത്തൊരു വേർഷനാണെന്ന് തോന്നുന്നത്. സൈക്കിൾ പോലെ ഉണ്ട്, പക്ഷേ അവിടെ ചെറിയൊരു എഞ്ചിൻ സെറ്റ് ചെയ്തിട്ട് അവർ ഇതും റണ്ണിങ് ആക്കി എടുത്തു. കളക്ഷൻ ഹാൾ എന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞത്. ഇത് പാർട്ട് 1 ആണ്. ഇത് അടുത്ത പാർട്ട് 1 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഹോണ്ടയുടെ ഓരോ 4 സിലിണ്ടർ വണ്ടികളും കാറുകളും അവർ വെച്ചിട്ടുണ്ട്. ഹോണ്ട കളക്ഷൻ ഹാൾ
ഇതും ഗാരേജ് കളക്ഷനാണ്. ഇവിടെ ഹോണ്ട മാത്രമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഡുക്കാട്ടി 175 സിൽവർ സ്റ്റോൺ ഡുക്കാട്ടിയുടെ ഒരു വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൺ അർമാച്ചി ഹാർലി ഡേവിഡ്സൺ അൽ ഡൊറോസ്, അതാണ് ഈ വണ്ടി. ഹാർലിയുടെ ഫസ്റ്റ് വണ്ടിയാണെന്ന് MV അഗുസ്റ്റയുടെ ഒരു വണ്ടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാവാസാക്കിയുടെ വണ്ടികൾ, പിന്നെ നോട്ടനൊക്കെ ഇപ്പോഴുള്ള ബ്രാൻഡാണ്. നോട്ടൻ്റെ വണ്ടി, യമഹ, ഹോണ്ടയുടെ തന്നെ വണ്ടികൾ എഴുതണ്ട, ഹോണ്ടയുടെ വണ്ടികൾ കാണാം. പിന്നെ സുസുക്കിയുടെ വണ്ടികൾ കാണാം. പിന്നെ പണ്ടൊക്കെ നമ്മൾ കാണാത്ത ബ്രാൻഡുകൾ എനിക്ക് ഇപ്പോൾ R18 പണ്ട് എന്തായിരുന്നു R50. ഇപ്പോഴത്തെ R50 ഇപ്പോൾ R18 ഇപ്പോൾ R50, നമ്മുടെ R69 ബോക്സർ എഞ്ചിനൊക്കെ വെച്ചിട്ടുള്ള വണ്ടികൾ ഇവിടെ കാണാം. 4 എക്സോസ്റ്റുള്ള വണ്ടി ഹോണ്ടയുടെ 750cc വണ്ടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഹോണ്ടയുടെ റോബോട്ടുകളുണ്ട്, അസീമോ എന്ന് പറഞ്ഞിട്ട്. ഇത് പണ്ട് വർക്കിംഗ് ആയിരുന്നു, പക്ഷേ ഇതിന് വേറൊരു റോബോട്ട് ടെക്നോളജി അവർ അപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റോസി ഓടിച്ചിരുന്ന V5 എഞ്ചിനുള്ള, അതായത് 5 സിലിണ്ടറുള്ള വണ്ടി കേട്ടോ. 2002 ഇത് ഉണ്ടായിരുന്നത്. 14 വിന്നാണ് ഹോണ്ടയ്ക്ക് ഈ വണ്ടി ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ റോസി ഓടിച്ചിട്ട്. അത് കൂടാണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ 200 PS ആണ് വണ്ടി തേക്കുന്നത്. 145 kg ആണ്, അതായത് V4 എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടി. അതായത് ഹോണ്ടയ്ക്ക് 16 റേസസിൽ 14 വിന്ന് കൊടുത്ത ഒരു വണ്ടി, വിന്ന് ഉണ്ടാക്കി കൊടുത്ത ഒരു വണ്ടിയാണ് നമ്മുടെ V5 എഞ്ചിൻ വണ്ടിയാണ്. കാരണം ഡ്രൈ ക്ലച്ചൊക്കെ ആയിട്ട് ഇതിനുണ്ട്, ഡ്രൈ ക്ലച്ചൊക്കെ വെച്ചിട്ടുണ്ടോ. ഞാൻ ഇവിടെ അടുത്തൊരു വണ്ടിയുണ്ട് RC213V എന്ന് പറഞ്ഞാൽ 2013-2014 MotoGPയിൽ അവർ ഓടിച്ച ഒരു വണ്ടിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. RC213VS എന്ന് പറഞ്ഞിട്ട്. പിന്നെ RC213V ഇതും 2013 മാർക്ക് മാർക്കസ് ഓടിച്ച വണ്ടിയാണ്. ഇവിടെ ഈ കാണാൻ 93 കണ്ട നമ്പറൊക്കെ കണ്ടു, മാർക്ക് മാർക്കസ് ഓടിച്ച വണ്ടിയാണ്. MotoGP ബൈക്കാണ്. ഇതും 2013 വണ്ടിയാണ്. കാർബൺ ബ്രേക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതും ഒരു രക്ഷയില്ലല്ലേ, പോലീസ് സാധനം. കൂടാണ്ട് ഇവിടെ നമുക്ക് ഗോൾഡ് വിങ് ഉണ്ട്. ഗോൾഡ് വിങ്ങിൻ്റെ എനിക്ക് തോന്നുന്നു 2001 മോഡലാണ്. ആ ഒരു ന്യൂ ഇയർ ഷേപ്പിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു മോഡലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഗോൾഡ് വിങ് എയർ ബാഗൊക്കെ വന്നത്. ഇത് DN10 ബാറ്റ് മൊബൈൽ എന്ന് വേണമെങ്കിൽ പറയാം. ഹോണ്ടയുടെ DCT വന്നതിന് മുമ്പ് അവരുടെ ഇതിൻ്റെ പേര് ഹ്യൂമൻ ഫ്രണ്ട്ലി ട്രാൻസ്മിഷൻ എന്നുള്ള ഒരു സാധനമായിരുന്നു. അതായത് ഇപ്പോൾ DCT ആണെങ്കിൽ പണ്ട് DCTനെ വിളിച്ചുകൊണ്ടിരുന്നത് അവർ HFT എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയ DN01 എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ശരിക്കും ഒരു ബാറ്റ് മൊബൈൽ വരില്ല, കണ്ട ഇന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എവിടെയും. ഇത് നമുക്ക് കാണാനും കിട്ടില്ല. ഇത് നമ്മുടെ VFR 1200F. ഞാൻ പണ്ട് ഇത് ഓടിച്ചിട്ടുണ്ട്. ഇതും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സോടെയാണ് വന്നേക്കുന്നത്. ഇതൊരു 1200cc ആണ് ഈ വണ്ടി. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് വെച്ചാൽ 1111 PS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് VFRൻ്റെ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുള്ള ആ ഒരു മോഡലാണ്, ആ ഒരു എഞ്ചിൻ മോഡലാണ് ഇവിടെ വെച്ചേക്കണം. ഒരു ഗിയർ ബോക്സ് കട്ട് ചെയ്ത് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ഇതിൽ സംഭവിക്കുന്നത്. ഗോൾഡ് വിത്ത് എയർ ബാഗ് ഇട്ടോ, കണ്ടോ സെൻട്രലായ എയർ ബാഗ് പൊങ്ങിയതുണ്ട്. ആ ഒരു വലിയൊരു എയർ ബാഗ് ഉണ്ട്. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുവാണെങ്കിൽ റൈഡറിന് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. ഇതും അവരുടെ F1 കാറാണ്, ഹോണ്ട 006 എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ F1 കാറാണ്. ഇവിടെ വെച്ചാൽ RB15 2019 വണ്ടിയാണ് ഇവിടെ ഈ കാണാൻ പറ്റുന്നത്. എൻ്റെ സ്കെയിൽ മോഡലാണോന്ന് അറിയില്ല, പക്ഷേ ഇതേ സൈസിലാണ് ആ വണ്ടി ഇരിക്കുന്നത്. അതോ അതേ വണ്ടി ഇവിടെ കൊണ്ട് വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല. L8 കേട്ടോ, N420EX എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഹോണ്ട ജെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ L8 എന്ന് പറഞ്ഞ പ്ലെയിനാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. പുതിയ അവരുടെ ഫ്യൂച്ചർ റോബോട്ട് ടെക്നോളജി വെച്ചിട്ട് കാല് വയ്യാത്തവർക്ക് വരെയും ഈസി ആയിട്ട് നടക്കാൻ പറ്റിയ സാധനം. അതിൻ്റെ റീല് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ആദ്യത്തെ സിവിക് ടൈപ്പ് R കാണാൻ പറ്റും. ഇതാണ് സിവിക്കിൻ്റെ ടൈപ്പ് R. 1997 അവർ കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഇവിടെയും അവർ S2000 എന്ന് പറഞ്ഞ വണ്ടി. ഇതൊക്കെ ഇവിടെ ഇപ്പോഴും റണ്ണിങ് ആകട്ടെ. ഇവിടേക്ക് ഇപ്പം ഞാൻ റോട്ടിൽ കണ്ട വണ്ടിയാണ്. ഇതൊക്കെ ലെയ്മൻസ് 24 ഹവറിലും ഓടിക്കുന്ന പഴയ കുറച്ച് വണ്ടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതും ഇത് എക്കോർഡാണ്, ഹോണ്ടയുടെ എക്കോർഡിൽ പണിത ഒരു വണ്ടിയാണ് ഹോണ്ടയുടെ. ഇതും ഹോണ്ടയുടെ ഒരു സിവിക്കാണ്. സിവിക്കിൽ അവർ റേസ് കാർ പണിതെടുത്ത ഒരു വണ്ടിയാണ്. അവരുടെ ഓരോ ലെയ്മാൻസിൻ്റെ റേസ് ഓടിക്കാനും അതുകൂടാണ്ട് ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. NSX ആണത്, ഹോണ്ട NSX. അതിലും അവർ റേസിന് വേണ്ടി ഇറക്കിയ വണ്ടിയാണ്. ആൻഡ് ഇതാണത് മോസ്റ്റ് ഫേമസ് ഈ ഹോണ്ടയുടെ NSX എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി. ഇത് ഇവിടെ ഇപ്പോഴും ഓടുന്നുണ്ട് ഈ വണ്ടിയൊക്കെ. NSXൻ്റെ ഈ മോഡൽ ഓടുന്നുണ്ട്, ഈ മോഡൽ ഓടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പോയ ഹോണ്ട CBR 900RR. ഇവിടെ നമുക്ക് NR എന്ന് പറഞ്ഞൊരു വണ്ടി ഇവിടെ കാണാൻ പറ്റും. ഒരു V4 എഞ്ചിനോടെ വന്ന ഒരു NR 500 എന്ന് പറഞ്ഞാൽ അവരുടെ റേസ് വണ്ടിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ഒരു വണ്ടിയാണ്. ഇതും CB1000 നമുക്കിവിടെ കാണാൻ പറ്റും. CB1000 Super 4 എന്ന് പറഞ്ഞ വണ്ടിയാണ്, 4 സിലിണ്ടർ റെട്രോ ലുക്കിംഗ് വണ്ടി. പിന്നെ ഇവിടെയാണ് നമ്മുടെ CBR 900RR ഇരിക്കുന്നത്, പഴയ മോഡൽ 900RR. പ്രൊഡ്യൂസ് ചെയ്യണം 124 PS ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതൊക്കെ കാണാൻ കിട്ടിയ തന്നെ വലിയ ഭാഗ്യം കേട്ടോ. ഇങ്ങനത്തെ വണ്ടികൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ഓടേണ്ടത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആഫ്രിക്ക ട്വിൻ. ഇതും വേറെ ലെവലാണ്. ഇത് കേരളത്തിൽ ഒരു വണ്ടി ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഫസ്റ്റ് ആഫ്രിക്ക ട്വിൻ 1988 ഈ ഒരു ആഫ്രിക്ക ട്വിൻ ഇറങ്ങിയത്. ഇത് VFR 750 എന്ന് പറഞ്ഞ വണ്ടി. ഇതും V4 എഞ്ചിനോടെയാണ് ഈ VFR വന്നേക്കണം. കാരണം നമ്മുടെ ഹോണ്ട എക്കോർഡ് 1985 മോഡൽ എക്കോർഡ് ഇവിടെ കാണാൻ പറ്റുന്നത്. എക്കോർഡിൻ്റെ എയറോ ഡെക്ക് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു
പോർഷൻ മൊത്തത്തിൽ പൊങ്ങി വരും. ഈ ഗ്ലാസ് പോർഷൻ കണ്ടോ, ഇത് മൊത്തത്തിൽ പൊങ്ങി തന്നെ ഒരു മോഡലാണ് നമ്മുടെ അക്കോർഡിൻ്റെ. കണ്ടോ, അങ്ങനെ ഇരിക്കും. പരിപാടികൾ ഹോണ്ട റേസിംഗ് ഇന്ത്യ നടത്തുന്ന ഒരു പരിപാടിക്കാണ് എന്നെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ വെരി ബിഗ് താങ്ക്സ് ടു ഹോണ്ട ടു ബ്രിങ്ങിങ് അസ് ഹിയർ. നമ്മൾ കുറച്ച് പേരെ അവർ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ വലിയ കാര്യം. ഇവിടെ ഹോണ്ട കളക്ഷൻ ഹോളും കണ്ടു, നമ്മുടെ ഹോണ്ടയുടെ റേസിംഗ് കണ്ടു. പിള്ളേർ അടിപൊളിയായിട്ട് വൻ പെർഫോമൻസ് ആയിരുന്നു. തിരിച്ച് ഹോട്ടലിലേക്ക് പോകണേണ്. ഇത് കാടാണ് മൊത്തം ഈ സ്ഥലം. മോട്ടേക്ക് എന്ന് വെച്ചാൽ ഫുൾ കാടാണ്. കാട് സെറ്റപ്പിലാണ് ഇവിടെ പരിപാടിയില്ല. ഒരു കാട്ടിലാണ് റിസോർട്ട്. അതിൽ ഞാൻ കാണാൻ പോകാത്ത സാധനം ഒരു ബാത്ത് ഉണ്ട്. അത് അവിടെ എല്ലാവരും തുണി ഇല്ലാണ്ടാണ് കുളിക്കുന്നത്. പൂളാന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മുതുമുത്തച്ഛന്മാർ മുതൽ പിള്ളേർ വരെ, ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ കേട്ടോ. അപ്പോൾ മുതുമുത്തച്ഛന്മാർ മുതൽ പിള്ളേർ വരെ എല്ലാവരും നേക്കഡ്, ഇത് ഫുൾ നേക്കഡ് ആയിട്ടാണ് കുളിക്കണത്. ജക്കൂസി, ചൂടുവെള്ളം തന്നെ സെറ്റപ്പ്. അപ്പോൾ അതിലങ്ങനെയാണ് അവർ ഇരിക്കണത്, അങ്ങനെയാണ് അവർ ചെയ്യണതും കുളിക്കണതൊക്കെ കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയേ. ബാക്കി ഫുഡൊക്കെയാണ്, അതൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ കാണിക്കാൻ മാത്രമായിട്ട് നോർമൽ ഒരു ഹോട്ടൽ പോലെ തന്നെയാണ്. ഇത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ജപ്പാനിൽ. അപ്പോൾ ബാക്കി വ്ളോഗ് നമുക്കിനി പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ ടോക്കിയോ പോവും.